ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ മകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. രാജാധികാരം, അറിവ്, സമ്പത്ത് ഇവയിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമയോട് അള്ളാഹു പറഞ്ഞപ്പോൾ അറിവ് തിരഞ്ഞെടുത്തതിനാൽ ഇവ മൂന്നും അള്ളാഹു നൽകിയത് മുഹറം മാസത്തിലായിരുന്നു. ഭൂലോക ചക്രവർത്തിയായിരുന്നു സോളമൻ എന്നറിയപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം. പക്ഷികളുടെയും ജീവികളുടെയും ഭാഷ അറിയാവുന്ന പ്രവാചകൻ. ഖുർആൻ പറയുന്നു, വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ. ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും നാം അറിവ് നൽകി. വഖാല അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അവർ പറഞ്ഞു, സത്യവിശ്വാസികളായ ദാസന്മാരെക്കാൾ നമുക്ക് ധാരാളം മഹത്വം നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതി. വവരിസ സുലൈമാനു ദാവൂദ്. സുലൈമാൻ നബി ദാവൂദ് നബിയുടെ അനന്തരാവകാശി. വഖാല യാ അയ്യുഹന്നാസു ഉല്ലിംനാ മന്തിഖത് ത്വയ്ർ വഊതീനാ മിൻ കുല്ലി ശൈഇ. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹേ മനുഷ്യരെ, നമുക്ക് പക്ഷികളുടെ സംസാരം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ വസ്തുക്കളിൽ നിന്നും വേണ്ടത്ര നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഒരു യാത്രയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമയും പരിവാരങ്ങളും ഒരു ഉറുമ്പിന്റെ താഴ്വരയിലെത്തി. ഈ സന്ദർഭം ഒരു ഉറുമ്പ് വിളിച്ചു പറയുകയാണ്, യാ അയ്യുഹന്നം ഉദ്ഖുലൂ മസാകിനക്കും. ഉറുമ്പുകളെ, നിങ്ങൾ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ പ്രവേശിക്കുക. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. സുലൈമാനും സൈന്യവും അവർ അറിയാതെ നിങ്ങളെ ചവിട്ടി മെതിക്കാതിരിക്കട്ടെ. ഇത് കേട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ചിരിക്കുകയുണ്ടായി. ശേഷം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള നിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യുവാനും നീ എനിക്ക് പ്രചോദനം നൽകണേ. നിന്റെ സൽവൃത്തരായ അടിമകളിൽ നിന്റെ കാരുണ്യത്താൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ.